ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരായ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുതശങ്കരപ്രഭൃതിഭർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അന്നേരം ഭക്ര്യാ വന്ദിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനെ ജന്മസാഫല്യം എന്തെന്നറിവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ആദിത്യൻ ഉദയേ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ. ആതുരാണാം അനുഗ്രഹം നിങ്ങളാൽ താനേ കൈവരും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടതു വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലേണം എന്തു പുരുഷനു നല്ലതേറ്റവും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഈ വണ്ണം അറിയിച്ചോരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനിജനം. ഈ വണ്ണമുള്ളോരുദ്യോഗമാത്മാവിൽ കൈവിടാമോക്ഷം കൃഷ്ണ ഹരേ ജയ. ഈ വണ്ണം അറിയിച്ചോരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനിജനം. ഈ വണ്ണമുള്ളോരുദ്യോഗമാത്മാവിൽ കൈവിടാമോക്ഷം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണം. ഭഗവാനിൽ എല്ലാവർക്കും ഭക്തി വർദ്ധിക്കണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഒത്തിരി പിള്ളേർ മക്കളുടെ പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബിന്ദു പ്രദീപ്, ശ്രീല, നിർമ്മല പവിത്രൻ, വിഷ്ണുപ്രിയ, ലതാ രാജു, ഗീതാ നായർ, ബിജി ബിജു, പ്രസന്ന, വിജയമ്മ പാർത്ഥൻ, സ്മിത, രുക്മിണി മോഹൻ, താരാ മനോജ്, ശ്രീലക്ഷ്മി, എൻ യൂസർ, ജയ, അനിൽ, ഓമനയമ്മ, രാധ, ലത, വിനിത രാജൻ, ശാന്തക്കുഞ്ഞ്, നളിനി, വത്സല. ഇനി ഒരുപാട് മക്കളുണ്ട്. ഇനി പേരുള്ള മക്കളും ഇതിനകത്തുണ്ട്. എനിക്ക് എല്ലാം പിടി കിട്ടത്തില്ല. ഞാനിങ്ങനെ 3-4 ദിവസത്തെ ഇങ്ങനെ നോക്കി ഇരുന്നതാണ്. എല്ലാ മക്കളും, ഇതിൽ പറയാത്ത മക്കളും, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്. എല്ലാവരും അതിലുൾപ്പെടും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഭക്തി വർദ്ധിക്കണം. അപ്പോഴെന്തുണ്ടാവും? ശാന്തിയും സമാധാനവും. നമ്മുടെ ഹൃദയം
ആരുടെ നിലയനമാകണം? പരമാത്മാവായ ഭഗവാൻ പരബ്രഹ്മമൂർത്തി നിഷ്കള ബ്രഹ്മ വസ്തുവിൽ ഇരിക്കാനുള്ള വസിക്കാനുള്ള നിലയനമായി മാറണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം. ഭഗവാന്റെ നിലയനമാകണം, വാസസ്ഥലമാക്കിയെടുക്കണം. അതിന് നമ്മൾ ഈ ലോക ചിന്തകളെല്ലാം ഒഴിച്ചു വയ്ക്കണം. എങ്ങനെയാ? മനസ്സിൽ നിന്ന് മതി. എല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം ഒക്കൂ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും ഒന്നാം സ്ഥാനം ഭഗവാന് കൊടുത്തിട്ട് സൽക്കർമ്മങ്ങൾക്കും സൽപ്രവർത്തികൾക്കാണ് സൽക്കർമ്മം. സൽപ്രവർത്തികളും ഭഗവാനെ ആരാധിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുൻഗണന കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായി വരും. ഭക്തി വർദ്ധിക്കുമ്പോൾ ഹൃദയത്തിലിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം പോകും. ഇവിടെ മാലിന്യത്തിൻ്റെ കൂടുതലുകൊണ്ടാണ് അസുരനായിരിക്കുന്ന ഹിരണ്യകശിപു ഇങ്ങനെ ആയിപ്പോയത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ പ്രവൃത്തി എന്താ? അതില്ല, ആസുരീ സ്വഭാവം. അതുകൊണ്ട് മകൻ പറഞ്ഞു, പിതാവേ, ഈ ആസുരീ സ്വഭാവങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഭഗവത് പദം ഭജിക്കൂ എന്ന് പറഞ്ഞതിന് വേണ്ടിയാണ് അതിനെ കൊല്ലാനായിട്ട് വന്നതും. വാളെടുത്ത് വെട്ടാനൊരുങ്ങിയപ്പോൾ ആ തോടിലൊരു മുട്ട് കൊടുത്തപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി. എങ്ങനെയാ? നരസിംഹമായിട്ട്. എന്താ കാരണം? അങ്ങനെ വരം വാങ്ങിച്ചു വെച്ചേക്കുന്ന നരനോ അത് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ രാത്രിയോ പകലോ ആകാശത്തു നിന്നോ ഭൂമിയിൽ വെച്ചോ ഒന്നും മരണം അയാൾക്ക് സാധിക്കരുത് എന്നുള്ള വരം വാങ്ങിച്ച ഭഗവാന്റെ ആയുധം പോലും ഇല്ല. അതുകൊണ്ടാണ് നരസിംഹമായിട്ട് വരുമ്പോൾ അത്രയും ദംഷ്ട്രയും നഖങ്ങളും കൂർത്ത നഖങ്ങളാകുമ്പോൾ ഒരു ആയുധത്തിന് തുല്യമാവും. അതുകൊണ്ടാണ് ഭഗവാൻ മനുഷ്യനും നരസിംഹമായിട്ടിങ്ങനെ അവതരിച്ചത്. നമുക്കത് വായിക്കാം ഇനി. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആസുരി സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരഭക്തി ഉണ്ടാകത്തില്ല. ആസുര സ്വഭാവം ഈ ലോക ചിന്തയിൽ എല്ലാവരെയും നശിപ്പിക്കണമുള്ളൊരു ചിന്ത. എന്നാൽ രജോ ഗുണമാണെങ്കിലോ കിട്ടുന്നത് പോരാ എന്നുള്ള ചിന്ത. അപ്പോൾ എന്ത് വേണം? സാത്വിക ഗുണമായി നമ്മളെല്ലാവരും കഴിയുമ്പോൾ ഭഗവാനിൽ ഭക്തി വർദ്ധിക്കുമ്പോൾ വർദ്ധിച്ച് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം ഒഴുകിപ്പോകും. അതായത് അഴുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ധാരയായി ശുദ്ധവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം എല്ലാം കൂടെ ചേർന്ന് കലങ്ങി ഇങ്ങനെ തെളിഞ്ഞ് പോയി വരുമ്പം ശുദ്ധമാകുന്നത് പോലെ ഭഗവത് കീർത്തനങ്ങളും സൽപ്രവർത്തികളും ചെയ്ത് കുറേശ്ശെ ചെയ്ത് വരുമ്പോൾ ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം പോകും. അങ്ങനെയാണ് സൽപ്രവൃത്തി എന്ന് പറയുന്നത്, ഈശ്വരാരാധന. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റില്ല. നമ്മൾ ഭഗവാനെ കുറേശ്ശെ ആരാധിച്ച് നല്ല പ്രവർത്തികൾ നമ്മൾ അഥവാ ഒരു തെറ്റ് പ്രവൃത്തി ചെയ്താൽ അയ്യോ ഭഗവാനെ എന്ന് പറയുമ്പോൾ അത് കുറേശ്ശെ മാറി അവസാനം ശുദ്ധ ഹൃദയമായി മാറും. നമുക്കെല്ലാവർക്കും അങ്ങനെ ആയിത്തീരാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഭഗവാനവിടെ നൃസിംഹ അവതാരം എടുത്തു. ഹിരണ്യ അസുരവധവും ഹിരണ്യാക്ഷനെ വധിക്കാനുള്ള കാരണം ആ കുഞ്ഞിനെ വെട്ടാനും കൊല്ലാനും ചെന്നാൽ ഭഗവാൻ അവതരിച്ചല്ലേ പറ്റൂ. ഈ തൂൺ നിൻ്റെ രക്ഷകൻ ലോകത്തെല്ലാം നിറഞ്ഞിരിക്കുവാണെങ്കിൽ ഈ തൂണിൽ നിന്ന് വരട്ടെ നിന്നെ രക്ഷിക്കുന്ന നിൻ്റെ ആ ഉടയവൻ രക്ഷകൻ എന്നും പറഞ്ഞാണ് തൂണിൽ കുത്തിയപ്പോൾ അവിടെ സാർവപ്രദേശം മൊത്തവും വിറയിൽ കൊണ്ട് ബ്രഹ്മാണ്ട കടാഹം മൊത്തവും അവിടെ വിറച്ചു. അങ്ങനെ ഭഗവാനോടെ വന്നു. വെട്ടും ഇടിക്കുരൽ ഞെട്ടുമാറാശകൾ പൊട്ടുമാറണ്ട കടാഹം വിറച്ചഹോ കഷ്ടം നടുങ്ങുമാറട്ടഹാസത്തോടും വട്ടത്തൂൺ മധ്യം പിളർന്നു. നൃസിംഹമായ ആ വട്ടമായിരിക്കുന്ന ആ തൂണ്, വലിയൊരു തൂണ് വട്ടത്തിലിരിക്കുന്ന തൂണാണത്. പൊട്ടി അവിടെ എല്ലാം അണ്ടകടാഹം വിറച്ച് അത് പൊട്ടി ഞെരിഞ്ഞമർന്ന് ഇങ്ങനെ അതിൽ നിന്ന് വന്നു. അതിഭയങ്കരമായ സൗണ്ടോടുകൂടി ശബ്ദത്തോടു കൂടിയാണ് അവിടെ ഭഗവാൻ പ്രത്യക്ഷമായത്. പുഷ്ട്യാത്യതിഭീഷണ അത്യുഗ്ര ഭയങ്കരം, അത്രമാത്രം ഭയങ്കരമായിട്ടാണ്. എങ്ങനെയാ? മധ്യാന മാർത്താണ്ഡൻ ഉൽപ്പതിക്കും വണ്ണം. ആദിത്യ ഭഗവാൻ ഭൂമിയിൽ ഉൽപ്പതിച്ചാൽ എങ്ങനെ ചൂട് തീയ, അതുപോലെ ആ ഭഗവാനവിടെ വന്നപ്പോൾ അവിടെ ആർക്കും അടുക്കാൻ പറ്റും. കാരണം സൂര്യനെ നമുക്ക് ഭൂമിയിൽ ഉൽപ്പതിക്കാതിരുന്നാൽ പോലും നമുക്ക് അടുക്കാൻ പറ്റാത്തൊരു ഉഷ്ണം ചൂടായിരുന്നല്ലോ ഈ പ്രാവശ്യം. അപ്പോൾ മധ്യാഹ്ന സമയത്തുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ആ സമയത്തെ ചൂട് എത്രമാത്രം, അത് ഉൽപ്പതിച്ചാൽ എങ്ങനെയിരിക്കും? ആ സൂര്യൻ എങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടു? മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാൽ ആദിത്യ ഭഗവാൻ വന്ന് ഉൽപ്പതിക്കും വണ്ണമാണ് ഭഗവാൻ വന്നപ്പോൾ തീ കൊണ്ട് അത്രമാത്രം സഹികെട്ട രീതിയിലുള്ള ചൂട് കോട് അങ്ങനെയാണ് ഭഗവാനിയുടെ അത്രമാത്രം കോപത്തോടു കൂടി വന്നു പതിച്ചു. ചാടി പുറപ്പെട്ടു ഭക്തനാം ബാലനോടോടി അടുത്തു ചെന്നിടും അസുരനെ കൂടെ തുടർന്നു ചെറുത്തു.
തടുത്തളവാടലൊഴിഞ്ഞു തൻ വാളും പരിചയും കൈക്കൊണ്ട് ദാനവനും ചെറുത്തിടിനാൻ. കൊല്ലാനായിട്ട് അടുക്കുന്ന അസുരനോട് ഭഗവാൻ ഇങ്ങനെ അത്രമാത്രം ചൂടോടുകൂടി ചെന്ന് അവനെ തടുത്തു. അപ്പോഴൊന്നും കൊല്ലാൻ പറ്റത്തില്ല, വേണമെങ്കിൽ അപ്പോഴെന്നെ പിടിച്ച് അവനെ കൊല്ലാം. പക്ഷേ സന്ധ്യാസമയം വരെ നോക്കിയിരിക്കും. രാത്രിയിലും പകലും പറ്റത്തില്ലല്ലോ ഇവനെ വധിക്കാൻ. അങ്ങനെ വരം വാങ്ങിച്ചു വെച്ചേക്കുമല്ലയോ. അതുകൊണ്ട് അവനെ തടുത്ത് നിർത്തും ഭഗവാൻ. അതുവരെ അവനോ അവൻ്റെ കയ്യിൽ വാളും പരിചയമൊക്കെ എടുത്തുകൊണ്ടാണ് ഭഗവാനോട് എതിർക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, ഈ നഖങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും കൊല്ലാനുള്ള സമയമല്ല, ഇവനെ വലിച്ചു കീറാനുള്ള സമയം അല്ലാത്തതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ തടുത്ത് ആ കുഞ്ഞിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിനോട് സഹായം കൊടുത്ത് ഭഗവാൻ ഇങ്ങനെ നിന്നു. കാരണം അവനെ രക്ഷിക്കാനാണല്ലോ ഭഗവാനോട് എത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ചിന്തിക്കണം, നമ്മുടെ വിഷമവും വേദനകളും വരുമ്പോൾ നമ്മളെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ തടുത്ത് ദുഷ്ടന്മാരോട് തടുത്ത് ഇങ്ങനെ നിർത്തും. പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് അവരെ ഒരു വധിക്കത്തില്ല. കാരണം കുറേശ്ശെ എന്തായി വരട്ടെ അങ്ങേ അറ്റം വരുന്നെങ്കിൽ കൊടുക്കാൻ നല്ലത് എന്ന് കരുതി ഭഗവാൻ ദുഷ്ടന്മാരോട് ഇങ്ങനെ കാത്തിരിക്കും. ഈശ്വരനും അങ്ങനെയാ. അപ്പോൾ അതുപോലെ ഈ കുഞ്ഞിനോടടുത്ത് വാള് കൊണ്ട് വെട്ടാൻ വന്ന ദുഷ്ടനോട് ഇങ്ങനെ എതിർത്ത് നിന്നു. അപ്പോൾ അവനോ വാളും പരിചയം കൊണ്ടാണ്, ഭഗവാനാണെങ്കിൽ ആയുധമില്ലാതെ നിൽക്കുന്നത്. അങ്ങനെ അവൻ ഭഗവാനോട് എതിർത്ത് നിൽക്കുന്നു. അപ്പോൾ വാളും പരിചയം കൈക്കൊണ്ട് ദാനവനും ചെറുത്തിടിനാൻ ഭഗവാനോട്. എന്നാലും ഭഗവാനോട് ചേർത്ത് നിന്നാലും കുഞ്ഞിനോടുള്ള ആ ഒരു അവൻ വെട്ടാൻ ചെന്ന് അതൊന്ന് തടുത്ത് നിർത്താമല്ലോ എന്ന് ഭഗവാൻ കരുതും. കാരണം അവനെ വധിക്കേണ്ട സമയത്തല്ലേ വധിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നിന്നു. മുഷ്കരന്മാരവർ തമ്മിലെത്തി എതിർത്തുടൻ. അപ്പോഴവിടെ അവൻ്റെ സഹായികളായ കുറേ അസുരന്മാരുണ്ട്, മുഷ്കരന്മാർ. അവരും കൂടെ വന്ന് എത്തി. അവിടെ ഭഗവാൻ അടുക്കളോട്ടൊക്കെ എത്താനേ പറ്റൂ. കാരണം എന്താ, ചൂടല്ലേ. ഭഗവാൻ മാർത്താണ്ഡനായിട്ട് നിൽക്കുകയല്ലേ. ആദിത്യ ഭഗവാൻ വന്ന് നിന്നാൽ എത്രമാത്രം ചൂടാണ്. ചെന്ന് എത്തി നിൽക്കാനേ പറ്റുള്ള ഈ മുഷ്കരന്മാർക്ക് ഒരു രക്ഷയില്ല. അപ്പോഴെന്തുവന്ന് ഈ മുഷ്കരന്മാർ തമ്മിൽ എത്തി എതിർത്തുടൻ. അങ്ങനെ ദൂരെ നിന്നുകൊണ്ട് എത്തി പിടിക്കും. ഭഗവാനെ വല്ലതും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് ചെയ്തു കളയാം എന്ന് പറഞ്ഞ് അവന് സഹായിയായിട്ട് ഇവരെല്ലാം വന്ന് എതിർക്കുന്നു. അപ്പോഴോ വിക്രമശക്തിയാ കലഹിച്ചു വൈഭവശക്തി വികൃതികൾ ചൊല്ലരുതേതുമേ. അങ്ങനെ ഭഗവാന്റെ വികൃതിയും ഇവരുടെ എത്തിയുള്ളൊരു ആക്രമവും ഇതെല്ലാം കൂടെ കൊണ്ട് വൈഭവം തന്നെയാണ് ഇത് ഇരു കൂട്ടരിലും. കാരണം ഭഗവാനും ഇങ്ങനെ ഒരു സമ്പ്രദായത്തിൽ കൂടി നിൽക്കുകയല്ലേ, പല വികൃതികൾ കാണിച്ചിട്ടുണ്ട്. കാരണം എന്താ, നരസിംഹ അല്ലേ, എന്ത് വികൃതിയും കാണിക്കാമല്ലോ ഭഗവാന്. ആരുണ്ട് ചോദിക്കാൻ. ഭഗവാൻ അവിടെ നന്നായി ഒന്ന് വിളയാടുകയാണ്. എന്താ വികൃതികളൊക്കെ ഇങ്ങനെ കാണിക്കും ഭഗവാന്റെ വൈഭവം. ഇവനൊക്കെ കുറേ സമയം അവിടെ കാത്തു നിൽക്കണ്ടേ, സമയം അടുക്കണ്ടേ, സന്ധ്യാസമയം വരെ ഇങ്ങനെ നോക്കി നിൽക്കണ്ടേ. അതിന് ഭഗവാൻ പല വികൃതികളെല്ലാം കാട്ടി ഇങ്ങനെ യവന്മാരുടെ മുമ്പിൽ ഇരു കൂട്ടരും ഇങ്ങനെ മറ്റോമാർ എത്തി മുഷ്കന്മാർ എത്തിപ്പിടിക്കാനും നോക്കും. കാരണം അടുത്ത് ചെല്ലാൻ പറ്റുമോ, തീയല്ലേ. അങ്ങനെ വിക്രമശക്തിയാ കലഹിച്ചു വൈഭവ ശക്തി വികൃതികൾ ചൊല്ലരുതേതുമേ. ഭയങ്കര ശക്തിയായിട്ടുള്ള വികൃതികളാണ് കാണിക്കുന്നത്. ആർക്കും അടുക്കാൻ പറ്റത്തില്ല. കണ്ടു നിൽക്കും സകല ആശാ നിവാസികൾ ഇണ്ടൽ പൂണ്ടാർ ഭയം കൊണ്ട് അനേകം വിധം പല രീതിയിലെല്ലാം. എന്താ, ആശാ നിവാസികൾ അവിടെയുള്ള മറ്റ് അവിടെയുള്ള ജനങ്ങൾ ആശ കൊണ്ട് ഭഗവാനെ കാണാനുള്ള ഒരു ആശാ നിവാസികൾ നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ കാണാനൊക്കെ ഉള്ളത് കാണാൻ വേണ്ടി ഇങ്ങനെ ഇണ്ടൽ പൂണ്ടാർ. എങ്ങനെയാ, ഭയം കാണാനൊക്കെ വന്നാൽ ഭയം എങ്ങനെയാ. കാരണം ഒരു നരസിംഹമായിട്ട് ഇങ്ങനെ വികൃതികളെല്ലാം കാണിച്ച് അടുക്കാൻ പറ്റാത്ത ചൂടും അഗ്നിയായിട്ട് നിൽക്കുന്ന ഭഗവാനോട് അടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഭയം കൊണ്ട് അനേക രീതിയിൽ എന്ത് ചെയ്യുന്നു, കൊണ്ടാടി വാഴ്ത്തി സ്തുതിച്ചാർ മുനികളും സർവ്വമുനികളും ബ്രാഹ്മണരും എല്ലാവരും ഭഗവാനെ കാണാൻ ആശ കൊണ്ട് നിൽക്കുന്നു. എങ്ങനെ നിൽക്കുന്നു, ഭയന്നിട്ട് വാഴ്ത്തി സ്തുതിക്കുക, ഭഗവാനെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്നു. കുണ്ഠത എന്നിയേ നിന്നു വിരിഞ്ചനും. ഒരു വിഷമം ഇല്ലാത്ത രീതിയിൽ ബ്രഹ്മാവും നിൽക്കുന്നു. ബ്രഹ്മാവിനെ അറിയാമല്ലോ, അതുകൊണ്ട് ഭയമില്ല. കുണ്ഠത എന്നിയേ, അതായത് വിഷമം ഇല്ലാതെ തന്നെ വിരിഞ്ചനും അവിടെ നിൽപ്പുണ്ട്. മറ്റുള്ളവരെല്ലാം ഭയം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. അപ്പോൾ പണ്ട് ഈ വണ്ണം കണ്ടതില്ല ഇനി
അപ്പം മുമ്പൊന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇങ്ങനെ നരസിംഹമായിട്ടോ ഇങ്ങനൊരു സംഭവം, ഇങ്ങനെ യുദ്ധമോ, അതായത് ഒരു കുഞ്ഞിനെ പിതാവ് കൊല്ലാൻ വാളും കൊണ്ട് നിൽക്കുന്നതായിട്ടോ ഒരവസ്ഥയും പണ്ടിങ്ങനെ ഒന്നും ഇനി ഉണ്ടായിട്ടുമില്ല, മുമ്പോട്ട് കണ്ടിട്ടുമില്ല. പണ്ട് ഈ വണ്ണം കണ്ടതില്ല, ഇനി എന്തിതു കൊണ്ടിവിടത്തിൽ വരുന്നതെന്നുള്ളതും സമ്പ്രതി ചെമ്മേ തിരിക്കരുതാ ഞവർ തമ്പുരാൻ തൻപദം കൂപ്പി നിൽക്കും വിധവും. അങ്ങനെ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല ഭഗവാനേ എന്നും പറഞ്ഞ് മുനികളെല്ലാം സ്തുതിച്ച് കൊണ്ടാടി വാഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഇതൊന്നും മനസ്സിലാകുന്നില്ല, തിരിക്കരുത് ചെമ്മേ ഇതെന്താ എന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഭഗവാനേ എന്നും പറഞ്ഞ് ഭഗവാന്റെ പാദം കൂപ്പി ഇങ്ങനെ സർവ്വരും നിൽക്കുന്നു. അങ്ങനെ വന്നപ്പോൾ സമയം അടുത്ത് വരുന്നു, സന്ധ്യാസമയേ. അങ്ങനെ സന്ധ്യാസമയം ഇങ്ങനെ അടുത്ത് വന്നു. സകല ജഗന്മയൻ അന്ധനാം ദാനവനെ പിടിപെട്ടുടൻ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ സന്ധ്യ അടുത്ത് വന്നപ്പോൾ അവനെ അങ്ങ് പിടിച്ചു. അല്ലാതെ അവനെ പിടിച്ചുകൂടാ, കാരണം അവൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് വാങ്ങിയ വരമാ. അപ്പോൾ ബ്രഹ്മാവ് ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷം നിൽക്കൊണ്ട് അവിടെ അടുത്ത് നിൽപ്പുണ്ട്, ഒരു വിഷമമൊന്നുമില്ല, കാരണം ഇത് അങ്ങനെ വരേണ്ടുന്നതാണല്ലോ എന്ന് ബ്രഹ്മാവിനറിയാം. അതുകൊണ്ട് ബ്രഹ്മാവിന് സങ്കടമൊന്നുമില്ല. ഇവൻ വാങ്ങിച്ചു കൂട്ടിയ വരവും ബ്രഹ്മാവ് കൊടുത്തതാണല്ലോ. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് എന്തൊരു ദുഷ്ടത്തരത്തിനായാലും പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ചോദിക്കുന്ന വരം കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് അവന് വേണ്ടുന്ന വരം ചോദിച്ച് തഥാസ്തു എന്ന് പറയും. അങ്ങനെ ആകട്ടെ എന്ന് ബ്രഹ്മാവും പറഞ്ഞു. പക്ഷേ ഇത് ബ്രഹ്മാവിനറിയാം, ഇവൻ്റെ ഈ കോലങ്ങളെല്ലാം ഇത് നശിച്ചേ പറ്റൂ, അതിന് വേണ്ടുന്നതൊക്കെ ആയതുകൊണ്ട് കുണ്ഠത എന്നീ ബ്രഹ്മാവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാമുനിമാർക്കും മറ്റ് ജഗൻവാസികൾക്കൊക്കെ അങ്ങനെ പറ്റുമോ? ഇത് കണ്ട ആരാ ഭയക്കാത്തത്? അതുകൊണ്ടിവിടെ സന്ധ്യാസമയേ, തൊണ്ട വയതുകൊണ്ട് എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. തൊണ്ടയ്ക്കൊരു കുരുട കൊണ്ട് അതിൻ്റെ ഈ അസുഖത്തിൻ്റെ അത് അങ്ങനെ അതുപോലെ തണുപ്പായി പോയി. സന്ധ്യാസമയേ സകല ജഗന്മയൻ അന്ധനാം ദാനവനെ പിടിപ്പെട്ടുടൻ ചിന്താവശേന പുരദ്വാരമധ്യദേശാന്തർദിശി കൊണ്ടു ചെന്നങ്ങ് ഇരുന്നുടൻ. കാരണം അകത്തും പുറത്തും വച്ചവനെ കൊല്ലാൻ വരമില്ല. അവൻ ചോദിക്കുന്ന അങ്ങനെ, എന്നെ അകത്ത് വെച്ചും കൊല്ലരുത്, പുറത്ത് വെച്ചും കൊല്ലരുത്. അപ്പോൾ അവിടെ എന്തോന്ന്, ആ കൊട്ടാരത്തിനകത്ത് അതായത് വാതിലിൻ്റെ നടുക്ക് മധ്യത്ത് പുരദ്വാരം, ആ കൊട്ടാര വാതിലിൻ്റെ നടുക്ക്, അത് പടിയുടെ നടുക്ക്. അപ്പോൾ അകത്ത് മുറിയിലുമല്ല വെളിയിൽ ഭൂമിക്ക്, അതായത് മുറിക്ക് വെളിയിലും അല്ലല്ലോ. അപ്പം പടിവാതിലാവുമ്പം രണ്ടും അല്ലല്ലോ. അകത്ത് അങ്ങ് ഇറങ്ങി മുറിക്കകത്ത് കയറി അകമായി പോകും, പടിക്ക് വെളിയിലിറങ്ങിയാൽ വെളിയിലായി പോകും. അതുകൊണ്ട് ഈ പടിക്കകത്ത് തന്നെ ഭഗവാൻ ഇവനെ പിടിപ്പെട്ടുടൻ ചിന്താവശേന ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു. പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, എവിടെ ഇവൻ്റെ വരങ്ങളെല്ലാം ഭഗവാൻ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ഭഗവാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ പുറത്തും വയ്യ അകത്തും വയ്യ. അപ്പോൾ ഭഗവാൻ എന്ത് വന്നു, അവനെ പിടിച്ച് പടിയുടെ നടുക്ക് കൊണ്ടങ്ങ് ഇരുത്തി. ചിന്താവശേന പുരദ്വാരമധ്യദേശാന്തർദിശി കൊണ്ടു ചെന്നങ്ങ് ഇരുന്നുടൻ. ഭഗവാൻ ആ പടിയിൽ എത്ര സ്ഥലമുണ്ട്, ആ പടിയിൽ ഭഗവാൻ അവിടെ യവനെയും കൊണ്ടങ്ങ് ഇരുന്നു. എന്നിട്ടോ തൻ്റെ മടിയിൽ മലർത്തി കിടത്തി വീരൻ്റെ കരങ്ങളും കാലും ശരീരവും കമ്പം വരുത്താതെ രണ്ട് തൃക്കൈകളാൽ അൻപോൾ അമർത്ത് പദങ്ങളാലും അത്രമാത്രം അവൻ്റെ കമ്പം വരുത്താതെ അവൻ്റെ ഭഗവാന്റെ തൃക്കൈകൾ കൊണ്ട് അവൻ്റെ കാലും കരങ്ങളും ശരീരവും എല്ലാം അമ്പോടങ്ങ് അമർത്തി ഞെരിച്ച് അങ്ങനെ അങ്ങ് പിടിച്ചിട്ട് പദങ്ങളാലും അങ്ങനെ പിൻപ് തൃക്കൈ ഇണതൻ, രണ്ട് കരങ്ങളും കൊണ്ട്, അതാ ഇണ രണ്ട് കൈകളിലാണ്. കൈന്ന് ഒറ്റയ്ക്കല്ല, രണ്ട് ഇണ എന്നോ രണ്ടെന്നർത്ഥമുണ്ട്. അപ്പോൾ പിൻപ് തൃക്കൈ ഇണതൻ നഖരങ്ങളാൽ. ഭഗവാൻ ആയുധം വേറെ എന്തെങ്കിലും ഉണ്ടോ? എടുത്തൂടല്ലോ. ആയുധം വിചാരിച്ചാൽ ഭഗവാന് കിട്ടും. സുദർശന ചക്രമല്ലേ ഭഗവാന്റെ, നാരായണൻ്റെ, അതൊന്നും ഇവിടെ എടുത്തൂടാ. ഒന്നിനാലും അവനെ ആരും വധിക്കരുതെന്നുള്ള വരം വാങ്ങിച്ചേക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനോ മൃഗമോ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന്, മനുഷ്യനും മൃഗവും കൂടെ ചേർന്ന് അവൻ വരം ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടും കൂടെ ചേർന്ന ഒരു പ്രത്യക്ഷമായത് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന്റെ തൃക്കൈ ഇണതൻ നഖരങ്ങളാൽ. ഭഗവാന്റെ ആയുധം എന്താണ്? നഖരം, നഖം. അത്ര കൂർത്ത നഖമായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത്. അങ്ങനെ അവൻ്റെ ഭഗവാന്റെ നഖങ്ങളാൽ സമ്പ്രതി ദാനവൻ മാറിടം നീളവേ കീറി പിളർന്നുടൻ ഏറെ ചിരിച്ചവൻ. അങ്ങനെ അവൻ്റെ നെഞ്ച് നീളത്തിലങ്ങ് പിളർന്ന്, രണ്ട് കൈ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, ചക്കയ്ക്കൊരു മാന്ത് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൊണ്ട് പിടിച്ച് പിളർക്കുന്ന എങ്ങനെ, അതുപോലെ അവൻ്റെ നെഞ്ചങ്ങ് മാന്തി ഒരു കീറക്കൊന്ന് കീറിട്ട് രണ്ട് കൈ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും പറ്റും പിടിച്ച് ഒരു പിടിയൊക്കെ പിടിക്കുമ്പോൾ അവിടെ അങ്ങ് പിളർക്കും.
അങ്ങനെ പിളർന്നപ്പോൾ അങ്ങനെ ഭഗവാൻ അങ്ങനെ ചിരിച്ച് കീറി പിളർന്നുടൻ ഏറെ അങ്ങ് ചിരിച്ച് അത് കാരണം എന്താ സംഭവം ആയല്ലോ, സന്ധ്യാസമയം എല്ലായിടും ഒത്തു വന്ന് ഭഗവാന് മടിയിലിരുത്തിയേക്കുക. അതും പടിയിൽ എത്ര കാല് രണ്ടും കൈ ഇങ്ങനെ കുത്തി ചൊവ്വനങ്ങ് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് മടിയിലോട്ട് അവനെ അങ്ങനെ വെച്ച്, കാരണം വെളിയിലും അകത്തും അല്ലാത്തിരുന്ന് ഇരുന്ന് ഭഗവാൻ എന്ത് ചെയ്തു, മടിയിലിരുത്തി അവനെ അങ്ങ് പിളർന്ന് ചക്ക വിളർക്കുന്നത് പോലെ അവനെ അങ്ങ് പിളർന്നിട്ട് എന്ത് വന്നു, ഏറും പ്രകാരം അതായത് കീറി പിളർന്നിട്ട് നേരെ അങ്ങ് ചിരിച്ചിട്ട് തേറും പ്രകാരം ചെയ്തു മേലിലും കാണാം ഇനി എന്നരുൾ ചെയ്ത അനന്തരന്. ഭാവിയിലും ഇതൊക്കെ തന്നെ അനുഭവങ്ങൾ ഇനി മേലിലും. എന്നിട്ട് അങ്ങനെ ശോണിതം അങ്ങനെ രക്തം. അപ്പോൾ ഇങ്ങനെ ചീറ്റി രക്തം ഉയർന്നില്ലേ, പൈപ്പ് ലൈൻ പൊട്ടുമ്പം വെള്ളം റോഡിൻ്റെ നടുക്കൊക്കെ പൊങ്ങി പോകുന്നത് എങ്ങനെയാണ് അതറിയാമോ? നമ്മളൊക്കെ അത് കണ്ടിട്ടുണ്ടല്ലോ. ഈ റോഡിൻ്റെ അരുമാരത്ത് ഇട്ടേക്കുന്ന ഈ പൈപ്പ് ലൈനൊക്കെ ഇടയ്ക്കിടയിൽ ഒന്ന് സുഷിരങ്ങൾ വീഴുമ്പോൾ ഒന്ന് പൊട്ടുമ്പോൾ അത് ചീറ്റി മുമ്പോട്ട് പൊങ്ങിയടിക്കും. അതുപോലെ ശോണിതം രക്തം വന്ന് ഉയരുന്ന അതിൽ നിന്നൂടെ അങ്ങനെ ഉയർന്നങ്ങോട്ട് വന്നപ്പോൾ അതിൽ നിന്ന് വാരിയെടുത്തു വളർക്കുടൽമാലകൾ. അവൻ്റെ കുടലും മാലയെല്ലാം കൂടെ ഈ രക്തത്തിനോടൊപ്പം അത്ര ശീറ്റകമാണ്. രക്തം ഇങ്ങനെ അതിഭയങ്കരമായി കെട്ടിക്കിടക്കൂല്ലേ അവൻ്റെ ദേഹം മൊത്തം, അത്ര വലിയൊരു അസുരനല്ലേ. അപ്പോൾ ഈ രക്തം ഇങ്ങനെ ചീറ്റുമ്പോൾ അഴുക്കായിരിക്കുന്നതെല്ലാം കുടൽമാലകളെല്ലാം പൊങ്ങും, അതിനോടൊപ്പം തന്നെ അങ്ങ് പൊങ്ങും. ആ ശക്തി കൊണ്ട് രക്തം ചീറ്റുന്ന സൗണ്ട് ആ കുടൽമാലകളും കൂടെ അതിനോടങ്ങ് പൊങ്ങുക. അപ്പോൾ എന്ത് വന്ന് ഭഗവാൻ വന്ന് അതിൽ നിന്നെല്ലാം വാരി കുടൽമാലയും രക്തം കൊണ്ടങ്ങ് വാരി എടുത്തിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, ചാരു തിരുമാറിലങ്ങണിഞ്ഞിടിനാൻ. ഭഗവാൻ അതെല്ലാം കൂടെ കുടൽമാലയും രക്തവും ഇവരുടെ രണ്ട് കൈ കൊണ്ടൊക്കെ അങ്ങോട്ട് കീറി പറിച്ചെടുത്തുകൊണ്ട് ഭഗവാന്റെ സടയിലും അതുപോലെ മാറിലും മൊത്തമൊക്കെ അങ്ങ് വാരി എവിടെയൊക്കെ തേക്കാൻ ഭയക്കാം. ഒത്തിരിയുടെ ദേഷ്യം സഹിക്കത്തില്ലല്ലോ, അത്രമാത്രമല്ലയോ ഭയങ്കരനല്ലയോ. അതുകൊണ്ട് ഭഗവാന്റെ ദേഷ്യം മൊത്തം അങ്ങനെ അങ്ങ് തീർക്കുക, വാരി നെഞ്ചിലും എല്ലാം അങ്ങും. അതായത് ഭഗവാന്റെ മാറ് നെഞ്ചിലൊക്കെ പിരട്ടി അങ്ങനെ ഘോരനാദേന പ്രപഞ്ചം കുലുക്കി. അങ്ങനോ അലറക്കാണ് ഇതൊക്കെ ചെയ്യുമ്പം ഭഗവാൻ അങ്ങനെ അലറി തകർക്കുവാണ്, പ്രപഞ്ചം മൊത്തവും കുലുക്കി. ഘോരനാദേന പ്രപഞ്ചം കുലുക്കി അങ്ങ് അന്നേരം ചുഴന്നു വന്നിടും അസുരരെ. കുറേ അസുരന്മാരും അപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ അവിടേക്ക് ഓടി വന്നു. അന്നിങ്ങനെ എന്ത് വന്നു, ചുഴന്നു വന്നിടും മറ്റുള്ള അസുരന്മാരെ. വേനലാലേറ്റ ഉണങ്ങി വരണ്ടെഴും കാനനം ചൂഴ പിടിപെട്ടു പാവകൻ അഗ്നി. ഉണങ്ങി വരണ്ട് കിടക്കുന്ന കാനനം എങ്ങനെ കത്തുന്നത്, ഞെരിഞ്ഞമർന്നൊരു കത്തൊക്കെ ഒരു പോക്കങ്ങ് പോകും, ഒരു കാറ്റും കൂടെ കാണും. എന്തുവാ കാനനം ഉണങ്ങിക്കിടന്നാൽ നമുക്കറിയാം ഈ മഴയ്ക്ക് മുമ്പേ എങ്ങനെയായിരുന്നു വരൾച്ച. അപ്പോൾ കാനനത്തിൽ തീ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും, അഗ്നിയാണല്ലോ ഈ പാവകൻ ആ കാട്ടുതീ, അതായത് കാനനം കാട് ഉണങ്ങിക്കിടക്കുമ്പോൾ എങ്ങനെയാ തീ പിടിച്ചാൽ അതുപോലെ താനുടൻ ആശു ദഹിക്കുന്ന വണ്ണം അദാനവാരാതി ദഹിച്ചു തുടങ്ങിനാൻ. അവൻ്റെ ദേഹം മൊത്തവും കാനനത്തിൽ തീ പിടിക്കുന്നത് പോലെ അവൻ്റെ ദേഹം മൊത്തവും ദഹിച്ചു തുടങ്ങി. അവിടെ കാനനത്തിൽ തീ പിടിക്കുന്നത് ഒരു തീ ഉണ്ടാകും. എങ്ങനെയാ, അവിടെ മുളകൾ തങ്ങളിലൊക്കെ ഉരസുമ്പോൾ തനിയെ തീ പിടിക്കും. പക്ഷെ ഇവിടെ ആരും ഉരസിയിട്ടതല്ല, ഭഗവാന്റെ തീ. മാർത്താണ്ഡനാണ് ഭഗവാൻ. മാർത്താണ്ഡൻ വന്ന് ഉൽപ്പതിച്ച് നിൽക്കുക. അപ്പോൾ ഭഗവാനിൽ തന്നെ ഉണ്ട് തീ. അത് കയറി ആളി അങ്ങ് അവൻ്റെ കത്തി അവൻ്റെ ദേഹം മൊത്തവും ദഹിച്ചു തുടങ്ങിനാൻ. ശേഷിച്ചവർ അവിടെ വന്ന് ബാക്കിയുള്ളവർ പാഞ്ഞു പോയി ഒളിച്ചിടിനാൻ. അവിടെ നിന്നവന്മാർ ഇവിടെ നിൽക്കുമോ? മുഷ്കരന്മാരായ കുറേ അസുരന്മാർ കൂട്ടിനവിടെ വന്ന് സഹായത്തിന് വന്ന് നോക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റുമോ? തീയല്ലേ. അവന്മാരെല്ലാം പിന്നെ അവന്മാരുടെ പുറത്തൂടെ കയറി കത്തുമെന്ന് കരുതി അവരെല്ലാം പേടിച്ച് ഓടി ഒളിച്ചു. ഭീഷണാകാരരോഷ പ്രവൃത്തിയ മഹാഘോര പരാക്രമ വേഗങ്ങൾ കണ്ടുടൻ. ഭീഷണാകാരരോഷം, അതായത് രോഷം, അത്രമാത്രം ദേഷ്യവും ഭീകരമായിരിക്കുന്ന അന്തശരീരം. ആകാരം, ഭീഷണ ആകാരം. ഇവിടെ ആകാരം എന്ന് വെച്ചാൽ ഭഗവാന്റെ ശരീരം എന്നർത്ഥം. അങ്ങനെ ഭയങ്കരമായി ഭയക്കുന്ന ഭീഷണമായിരിക്കുന്ന ആകാര രോഷ ആ പ്രവൃത്തിയ മഹാഘോര പരാക്രമ വേഗങ്ങളൊക്കെ കണ്ടു. ഇതെല്ലാം കൂടെ ഭയങ്കരമായിരിക്കുന്ന ഭീഷണത്തോടിരിക്കുന്ന ആകാര ആ ശരീരവും ആ ദേഷ്യവും ആ ക്രോധവും എല്ലാം കൂടെ കണ്ടിട്ട് ഘോര പരാക്രമ വേഗങ്ങൾ ഇതെല്ലാം കണ്ട് വേഗങ്ങൾ കണ്ടുടൻ ആര് കാണുന്നതെല്ലാം അവിടെ നിൽക്കുന്ന ഭഗവാന്റെ ഭക്തരായ മുനിമാരും ബ്രാഹ്മണരും ദേവന്മാരും മൊത്തം ഉണ്ട്.
അവർ ഈ ഭഗവാന്റെ ഈ ഭീഷണ ആകാരം, അത്രമാത്രം ഭയങ്കരാകാരം ശരീരം, അങ്ങനെയുള്ള ശരീരങ്ങളെ കണ്ടപ്പോൾ ഇവര് പാരം വിറച്ചരണ്ടു ജഗദ്വാസികൾ. അവിടെ നിൽക്കുന്ന ജഗദ്വാസികൾ, ജഗത്തിലെ ലോകത്തിലെ ജനങ്ങളെല്ലാം ഭഗവാനെ കാണാൻ നിൽക്കുമല്ലേ. ഇതെല്ലാം എന്താണെന്നറിയാം. അവരെല്ലാം പാരം വിറച്ചു. ഈ ഭഗവാന്റെ ശരീരം ഭീഷണാകാരമായിരിക്കുന്ന അത്രമാത്രമുള്ള ആ ഭയക്കുന്ന ശരീരവും ക്രോധവും എല്ലാം കണ്ടപ്പോൾ അവരെല്ലാവരും വിറച്ചു, ജഗദ്വാസികൾ. അപ്പോൾ ഭഗവാൻ എന്ത് തോന്നുന്നു? നമ്മൾ സാധുക്കളായ ഭക്തന്മാർ ഭയക്കുമ്പോൾ ഭഗവാൻ ഇപ്പം നമ്മൾ മക്കളെ തന്നെ 2-3-4 മക്കളുണ്ട്. അച്ഛനും അമ്മയൊക്കെ നന്നായി ദേഷ്യം വരും, മക്കളെയൊക്കെ പിടിച്ചങ്ങ് അടിക്കുകയോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവിടെ വഴക്കൂടോ ഒക്കെ ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളാണെങ്കിലോ, തെറ്റൊന്നും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ, അവർ ഈ അച്ഛനും അമ്മയും കൂടെ കിടന്ന് അടി കൂടുന്ന കാണുമ്പം ഈ പിള്ളേരെന്ത് ചെയ്യും? വിഷമിച്ച് വേദനിച്ച് വിറച്ച് നിൽക്കും ഇല്ലേ? അപ്പോൾ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും ഒരാൾക്ക് കരുണ ഉണ്ടാവും. രണ്ടും കൂടെ അടി കൂടണമെങ്കിൽ ആസുര സ്വഭാവം ഒരാൾക്ക് ആസുരീയ സ്വഭാവം ഉണ്ടാവണമെന്നാണല്ലോ. രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാണെങ്കിൽ അടി കൂടണ്ടല്ലോ. രണ്ടുപേരും ആസുരക്കാരാണെങ്കിൽ രണ്ടുപേരും ചേരും. ഒരാൾ ആസുരനും ഒരാൾ ദേവനാണെങ്കിലോ രണ്ടുപേരും കൂടെ ചേരത്തില്ല, എപ്പോഴും വഴക്കും. കാരണം എല്ലാം തെറ്റ് ചെയ്യുന്നതെല്ലാം ആരായിരിക്കും? ആസുര സ്വഭാവമുള്ളവരായിരിക്കും, ഒന്നീ ഭാര്യ അല്ലെ ഭർത്താവ്. അപ്പോൾ അത് ആർക്ക് പിടിക്കത്തില്ല? ദേവ സ്വഭാവമുള്ളവർക്ക് പിടിക്കത്തില്ല, സാത്വികർക്ക്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ അടി കൂടും. ഇത് കാണുമ്പോൾ രണ്ടുപേരും തോക്കത്തില്ല. കാരണം ആസുരനെ ഒട്ടും തോക്കത്തില്ല, ദൈവികളൊരല്പം തോക്കൊന്നിരിക്കട്ടെ. അപ്പോഴെന്ത് വരും? ആ ദൈവികളവർക്കൊരു കരുണയുണ്ടാവും. എന്താ? കുഞ്ഞുങ്ങളെ കണ്ടിട്ട്, അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് കണ്ട് ഭയക്കുന്നല്ലോ എന്ന് പറയും. കാരുണ്യം ഇങ്ങോട്ട് ഒലിച്ചു വന്നിട്ട് ആ കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കത്തില്ലേ? അയ്യോ മക്കളെ നിങ്ങൾ ഭയക്കണ്ട, ഇത് വെറുതെയാണ് എന്ന് നമ്മൾ പറയത്തില്ലേ? അതുപോലെ ഇവിടെ ഭഗവാൻ എന്ത് വന്നു? കാരുണ്യവാരുതി. ഈ ജനങ്ങളെല്ലാം മഹർഷിമാരും ദേവന്മാരും എല്ലാവരും ഇങ്ങനെ ഭയന്ന് വിറച്ച് ഭഗവാന്റെ ഈ ലക്ഷണങ്ങളെല്ലാം കണ്ടപ്പോൾ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? കാരുണ്യവാരുതി, കാമഫലപ്രദൻ, കാരണൻ താൻ അത് കണ്ടു ശമത്തെയും പാരാതെ പൂണ്ട് സിംഹാസനമേറിയ അങ്ങ് ആരൂഢമോതാലിരുന്നരുളിയിടാൻ. ഭഗവാൻ ആ കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഈ ഹിരണ്യകശിപു ഭയങ്കര രാജാവല്ലേ, അവിടെ കൊട്ടാരമല്ലേ, അവിടെയല്ലേ ഇതെല്ലാം സംഭവം നടക്കുന്നത്. അതിൻ്റെ ആസനത്തിൽ, സിംഹാസനത്തിൽ കയറി ഭഗവാൻ ഇങ്ങനെ ആരൂഢം ഉറച്ചങ്ങ് ഇരുന്ന് ഭഗവാൻ എന്താ? ശമത്തെയും അല്പം ശമിച്ചു. കാരണം എന്താ ശമിക്കുന്നത്? ഈ പാവപ്പെട്ട സാധുക്കളായ മഹർഷിമാരും ദേവന്മാരും എല്ലാം ഒരു നിരപരാധികളാണല്ലോ, അവർ കുറ്റം ചെയ്തവരല്ലല്ലോ എന്ന് ഓർത്ത് ഈ ഭഗവാൻ അവിടെ അല്പം ഒന്ന് ശമിച്ചിട്ട് അവിടെ എന്നിങ്ങനെ ഇരിക്കാനുള്ളൊരവസരം, അല്ലാതെ ശമിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ശമിച്ചിട്ടില്ല, ദേഷ്യം തന്നെയാണ്. പക്ഷേ ഇവർ ഭയക്കാതിരിക്കാൻ വേണ്ടി ആ സിംഹാസനത്തിൽ മുതൽ നല്ല ഉറച്ച് തന്നെ ഭഗവാൻ അവിടെ അങ്ങ് ഇരുന്നു. ഈ സാധു ജനങ്ങളും ഭക്തന്മാരായ ബ്രാഹ്മണരും ദേവന്മാരും മുനികളും ഒക്കെയും ഭയക്കുന്ന കണ്ട് ഭഗവാൻ ഇത്രയൊക്കെ ചെയ്തു. നമുക്ക് ഇവരെ സ്തുതിക്കുന്നതാണ് നമുക്കിതിന് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇത് മനസ്സിലാക്കുന്നത്, ഇത് ഒരുപാട് സപ്താഹങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഞാൻ എന്താ പറയുന്നത് എനിക്കും അറിയത്തില്ല. ഇതിൽ കിടക്കുന്നത് കണ്ടു പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.